LDF-ന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്, ഇനി വീണ്ടും യോഗം ചെയ്തു. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. മുന്നണിയിൽ അത് നിൽക്കുന്ന വിഷയമല്ല. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. അതേപോലെ സ്വാഭാവിക ഇതും അതെ. മുകളിൽ കൊടുത്ത വീഡിയോ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: പിണറായി എന്ന ഏകാധിപതിയുടെ അഹങ്കാരം എത്രത്തോളമാണ് എന്നത്. LDF കക്ഷിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി CPIM തന്നെയാണെങ്കിലും ഇപ്പോഴും 4-3-7 കസേര വലിച്ചിടാൻ സഹായിച്ചത് CPI കൂടിയാണെന്ന സത്യം മറന്നുകൊണ്ടായിരുന്നു ഓരോ ദിവസവും MV ഗോവിന്ദനും പിണറായിയും എത്തുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട പിണറായി വിജയൻ CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് അത് കഴിഞ്ഞ കാര്യമാണ് എന്ന് ഉത്തരം പറഞ്ഞ് തടി തപ്പുകയായിരുന്നു. സത്യത്തിൽ അത് കഴിഞ്ഞ കാര്യമാണോ? അല്ല എന്നാണ് CPI പ്രതികരിക്കുന്നത്. ഇന്നുണ്ടായ പുകിൽ മുഴുവൻ അതിനെ പറ്റിയായിരുന്നു. പിണറായി വിജയന്റെ ആ നിലപാടിനെതിരെ ഒരു പല്ലുകൊഴിഞ്ഞ സിംഹമായിട്ട് തങ്ങളെ കാണരുത് എന്ന തരത്തിൽ മറുപടി പറഞ്ഞെത്തിയത് PP സുനീർ MP ആണ്. CPI പല വിഷയങ്ങളിലും നൽകിയ മുന്നറിയിപ്പുകളും അഭിപ്രായങ്ങളും ഇടതുപക്ഷ മുന്നണി ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം അടിവരയിട്ടത്. ചില വിഷയങ്ങളിൽ മുന്നണി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നും ഇത് അടഞ്ഞ അധ്യായമല്ല എന്നും ഇടതുപക്ഷ മുന്നണിക്കകത്ത് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന നിലപാടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. സത്യത്തിൽ അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ പിണറായിയുടെ തോലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് ഏകദേശം മനസ്സിലായി. കീഴ്വഴക്കങ്ങൾ എക്കാലവും പിന്തുടരേണ്ടതാണെന്നും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അവയിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമടക്കമുള്ളവരുടെ പരാമർശങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മുന്നണിയുടെ നിലപാടുകളിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണി യോഗം ചേരുമെന്നും അത്തരം യോഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ചൂടെ ചേർക്കുന്നുണ്ട്, അത് കാണാം. ഇത് CPI പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്ന് അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. PMC വിഷയത്തിൽ ഉൾപ്പെടെ CPI നിലപാടാണല്ലോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാനോ ഗൗരവത്തിലെടുക്കാനോ മുന്നണി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് പരാജയത്തിൽ ഞങ്ങൾ കാണുന്നത് CPIയുടെ നിലപാട് ഇന്നലെ തന്നെ ഫ്രാൻസിൽ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി പോയിട്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ ഇന്നലെ തന്നെ അദ്ദേഹത്തെ സമീപിച്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് ചില മാധ്യമങ്ങൾ അത് വാർത്തയായി കൊടുത്തിട്ടുമുണ്ട്. അതുതന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് അടഞ്ഞ അധ്യായമല്ല. ഇടതുപക്ഷ മുന്നണിക്കകത്ത് ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPI ആവശ്യപ്പെട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് CPIയുടെ നിലപാട് ഇപ്പോഴും. ഈ മുന്നണിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്ത സ്ഥിതിക്ക് ഇനി അത് മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. അതിനൊക്കെ മറുപടി മുമ്പേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഉള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അതുകൊണ്ട് കീഴ്വഴക്കം എല്ലാ കാലത്തും പിന്തുടരേണ്ട ഒന്നല്ല, അത് മാറേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തിനാണ് CPM ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? CPM ആണ് ചർച്ച ചെയ്യേണ്ടത് ആ വിഷയത്തെക്കുറിച്ച്. യോഗം ചേർന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് ഇതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായി അടയുകയാണ്. അതെ, അദ്ദേഹം പറഞ്ഞതിലൊരു തിരുത്തു വേണ്ടത്. ഇത് CPI പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്ന് അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. PMC വിഷയത്തിൽ ഉൾപ്പെടെ CPI നിലപാടാണല്ലോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാനോ ഗൗരവത്തിലെടുക്കാനോ മുന്നണി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് പരാജയത്തിൽ ഞങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതിനു ശേഷവും ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ആ നിലപാടിൽ മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPMലെ പ്രതിപക്ഷ നേതാവിന് മാത്രമായിട്ടുള്ള അഭിപ്രായം എന്നാണോ CPIയുടെ നിലപാട്? അത് CPM ചർച്ച ചെയ്യണം. CPI പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നോ? ഈ വിഷയത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റിൽ പങ്കാളികളാകുമ്പോഴും പല വിഷയങ്ങളിലും CPM ചർച്ചയിലും ഇടതുപക്ഷ മുന്നണിക്കകത്തും CPI ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടായിരുന്നോ?
അത് പരിശോധിക്കേണ്ടതായിരുന്നോ എന്ന് ഇപ്പോഴെങ്കിലും CPM പാർട്ടി ചർച്ച ചെയ്ത് ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് LDF യോഗം ചേരാത്തത് ചർച്ച ചെയ്യാത്തത്? LDF യോഗം ഇതുമായി ബന്ധപ്പെട്ടതല്ല. LDF യോഗം പാർട്ടികൾ വ്യത്യസ്തമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരുമിച്ച് യോഗം ചേരാമെന്ന് പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് അതിനിടെ നിയമസഭാ സമ്മേളനം വന്നു. പിന്നെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇല്ല. അത്തരം കാരണങ്ങൾ കൊണ്ടാണ്. ഈ CPI ഇടയിൽ ഈ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുമ്പോൾ LDF യോഗത്തിലല്ലേ അത് ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അതല്ലേ? തീർച്ചയായും ഇടതുപക്ഷ മുന്നണി യോഗം ചേരും. അധികം വൈകാതെ യോഗം ചേരും തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഈ ഒരു തീരുമാനം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണോ അല്ലെങ്കിൽ അത് CPM ആണ് പറയേണ്ടത്, ഞങ്ങളല്ല. ഈ LDF-നകത്തെ പ്രബലമായ രണ്ടാം ശക്തിയാണ് CPI. പക്ഷേ ഒന്നാമത്തെ പ്രബലമായ ശക്തി ഒരു ചിറ്റമ്മ നയം എന്നും CPIയോട് കാണിക്കുന്നു എന്ന തോന്നൽ പൊതുജനങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. എന്നാൽ ഈ നിലപാടിൽ നിന്ന് CPIക്ക് ഇപ്പോൾ പിന്മാറാനുള്ള സാധ്യത ഇല്ല. ഇതിൽ ഇടതുപക്ഷ മുന്നണിക്കകത്ത് വിഷയം ചർച്ച ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.